സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ വിശദീകരണവുമായി ഷാൻ റഹ്മാൻ. എറ്റേണൽ റേ റെക്കോർഡ്സ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് സംഗീത സംവിധായകന്റെ വിശദീകരണം. പരാതിക്കാരൻ പോലീസിനോടും മാധ്യമങ്ങളോടും മറച്ചുവെച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നും ഷാൻ റഹ്മാൻ വ്യക്തമാക്കി. പരാതിക്കാരനായി നിജുരാജ് മറച്ചുവെച്ച കാര്യങ്ങൾ പറയാനാണ് എന്ന ആമുഖത്തോടെയാണ് ഷാൻ റഹ്മാന്റെ വീഡിയോ തുടങ്ങുന്നത്. നിജുരാജിന്റെ അറോറ എന്ന സ്ഥാപനവുമായിട്ടായിരുന്നു കരാർ. സംഗീത പരിപാടിയിൽ പങ്കാളിയാകാമെന്ന് പറഞ്ഞിരുന്ന നിജു 5 ലക്ഷം രൂപ മാത്രമാണ് തന്നത്. ലാഭത്തിന്റെ 70% ആവശ്യപ്പെട്ടു. മറ്റൊരു കമ്പനിയാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് പരിപാടിയുടെ തലേരാത്രിയാണ് അറിഞ്ഞത്. തന്റെ പ്രൊഡക്ഷൻ മാനേജറാണെന്ന് പറഞ്ഞാണ് നിജുരാജ് പുതിയ കമ്പനിയെ ബന്ധപ്പെട്ടതെന്നും ഷാൻ റഹ്മാൻ പറഞ്ഞു. ഷോയുടെ തലേ ദിവസം ആ വെന്യൂവിൽ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത്. അതായത് ഉദയാപ്രോ അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് നമ്മളിൽ നിന്നത് മറച്ചു വെച്ചു. സംഗീത നിശ കഴിഞ്ഞ ശേഷം ആദ്യം 45 ലക്ഷത്തിന്റെ ബില്ല് തന്നു. അതിനുശേഷം 47 ആക്കി. പിന്നീടത് 51 ലക്ഷമാക്കി. പാർട്ട്ണറാകുമെന്ന് പറഞ്ഞയാളുടെ ചെലവ് കൂടി തങ്ങൾ കൊടുക്കണമെന്നായി. പിന്നീട് നിരന്തരം തന്റെ ഭാര്യയെ വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. തുടർന്ന് ആദ്യം നൽകിയ 5 ലക്ഷം തിരികെ നൽകി. ഭീഷണി തുടർന്നപ്പോഴാണ് വോയിസ് മെസ്സേജ് അയച്ചത്. ശബ്ദ സന്ദേശം മുഴുവനായി അയാൾ പുറത്തു വിട്ടിട്ടില്ല. സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയവർക്ക് നിജുരാജ് മുഖേനയല്ലാതെ നേരിട്ട് പണം നൽകുമെന്ന് വ്യക്തമായപ്പോഴാണ് അയാൾ തനിക്കെതിരെ വഞ്ചനാ കേസ് നൽകിയത് എന്നും ഷാൻ റഹ്മാൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.